വർഷങ്ങൾക്ക് ശേഷം ഏലം കർഷകർക്ക് ആശ്വാസമായി വിപണിയിൽ ഏലക്കായയ്ക്ക് റെക്കോർഡ് വിലക്കയറ്റം ഉണ്ടാകുമ്പോഴും പക്ഷേ അതിന്റെ ഗുണം അനുഭവിക്കാനാകാതെ ഇടുക്കിയിലെ കർഷകർ ബുദ്ധിമുട്ടുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും മഴക്കുറവും മൂലം ഉൽപാദനം കുത്തനെ ഇടിഞ്ഞതാണ് കർഷകർക്ക് വിനയായത്. ഏലക്ക വില 3200 കുതിച്ചുയരുമ്പോഴും പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ ഏലം കർഷകർക്ക് കഴിയാത്ത സാഹചര്യമാണ്. മഴയുടെ ലഭ്യതയിലുണ്ടായ ഗണ്യമായ കുറവ് ഉൽപാദനത്തെ പകുതിയോളമായി കുറച്ചതാണ് കർഷകർക്ക് തിരിച്ചടിയായത്. ജൂലൈ പകുതിയോടെയാണ് വിപണിയിൽ ഏലക്ക വില 3000 കടന്ന് കുതിക്കാൻ തുടങ്ങിയത്. കഴിഞ്ഞ വ്യാഴാഴ്ച നടന്ന ലേലത്തിൽ ഏലക്കയുടെ ഉയർന്ന വില കിലോയ്ക്ക് 4444 രൂപ വരെയായി ഉയർന്നു. ശരാശരി വില 3275 രൂപയിലുമെത്തി. ഇടുക്കിയിലെ പുറ്റടി സ്പൈസസ് പാർക്കിലും തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിലുമാണ് പ്രധാനമായും ഏലം ലേലം നടക്കുന്നത്. സാധാരണയായി ജൂലൈ മാസത്തോടെ ആരംഭിക്കേണ്ട വിളവെടുപ്പ് ഇതുവരെ സജീവമായിട്ടില്ല. സ്പൈസസ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഏലമാണ് പ്ലാന്റേഷൻ മാൻഡേറ്റ് ഉള്ള ഒരു സംഗതി. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കൂട്ടിയാൽ അത് ഇവിടുത്തെ കർഷകർക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പ്രത്യേകിച്ച് ഏലക്ക കർഷകർക്ക് കേരളത്തിലെ സ്പൈസസ് ൻ്റെ ഒരു വേൾഡാണ്. ആ സ്പൈസസിന് വളരെയധികം ഈ ലോകത്തിലെ അടുക്കളകളിൽ മുഴുവനും സ്പൈസസിൻ്റെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് വരും കാലങ്ങളിൽ അതിൻ്റെ മെഡിസിനൽ വാല്യൂ അൺലോക്ക് ചെയ്യുക എന്നുള്ളത്, അത് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആയിട്ട് പുറത്തേക്ക് വരുന്ന എന്നുള്ളത് ഒക്കെ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് സ്കീംസാണ് അതിനുവേണ്ടി അലോട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് കയറ്റുമതിയാണ് ഇന്ത്യൻ ഏലക്കയ്ക്ക് ലഭിച്ചത്. 3671 കോടി രൂപ മൂല്യമുള്ള 15050 ടൺ ഏലക്കാണ് ഇന്ത്യൻ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. മുൻ വർഷത്തെ 3671 കോടി രൂപ മൂല്യമുള്ള 15050 ടൺ ഏലക്കാണ് ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 134% വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. പ്രമുഖ ഏലക്ക ഉൽപാദക രാജ്യമായ ഗ്വാട്ടിമാലയിൽ നിന്നുള്ള വിതരണം തടസ്സപ്പെട്ടതാണ് സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യൻ ഏലത്തിന് ഡിമാൻഡ് കൂട്ടിയത്. എന്നാൽ ഗ്വാട്ടിമാല വീണ്ടും കയറ്റുമതി സജീവമാക്കിയതോടെ വരും ദിവസങ്ങളിൽ ഡിമാൻഡിൽ കുറവുണ്ടായേക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ വിപണി പ്രതിസന്ധി മറികടക്കാനും ഇന്ത്യൻ ഏലത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരമായ വിപണി ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് സ്പൈസസ് ബോർഡ്. ജനം, ഇടുക്കി.